ഈ രാത്രിയിലെ ചിന്തകൾക്കായി ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാമത്തെ അധ്യായം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വേദഭാഗം നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ദൂതൻ അവനോട് പറഞ്ഞത്, സഖരിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഖരിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇന്ന് രാത്രി ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതൻ പ്രാർത്ഥിക്കുന്ന ദൈവസഭയുടെ പ്രാർത്ഥനയ്ക്ക് പരിഹാരം കൊടുക്കുന്നതിനു വേണ്ടി പത്രോസ് കിടക്കുന്ന ജയിലറയിൽ ഇറങ്ങിയെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്ക് പരിഹാരം കൊടുക്കുവാൻ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ദൂതനെ ദൈവം ഇവിടെ അയച്ചിട്ടുണ്ട്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ട്, ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് നന്ദി പറഞ്ഞാട്ട് ഈ 3 ദിവസങ്ങളിലും പരിശുദ്ധാത്മാവ് അതിശക്തമായി നമ്മോട് ഇടപെട്ടത് കൊണ്ട് വിശേഷാൽ ഈ 3-ാം ദിവസം ദൈവത്തിൻ്റെ ദൂതനെ നമുക്ക് വേണ്ടി അയക്കുന്നതിനായിട്ട് ഇന്ന് രാത്രി ആത്മാവിലൂടെ പറയട്ടെ, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ദൂതൻ ഇവിടെ ഇറങ്ങാൻ പോകുകയാ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ദൂതൻ ഇവിടെ ഇറങ്ങാൻ പോകുകയാ. പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ദൈവത്തിൻ്റെ ദൂതൻ ഇവിടെ ഇറങ്ങാൻ പോകുകയാ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങാൻ പോകുകയാ. നമ്മുടെ അപേക്ഷകളെ കേൾക്കുന്ന ദൈവം തന്റെ ദൂതനെ അയക്കാൻ പോകുകയാ. എതിർക്കുന്ന ദൂഷ്ടശക്തികളെ തകർത്തെറിഞ്ഞുകൊണ്ട്, അന്ധകാരത്തിന്റെ കെട്ടുകളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി ദൈവദൂതൻ ഇവിടെ ഇറങ്ങാൻ പോകുകയാ. നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ അപ്പൻ ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി എന്ന്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ചെയ്ത എല്ലാ നന്മകൾക്കും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ. വചനം പറയുന്നു, ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം ചെയ്ത നന്മകൾക്ക് ഇന്ന് രാത്രി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കു അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനോ, എണ്ണമില്ലാതുള്ള നന്മകൾക്കു അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനോ, നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. ഇന്ന് രാത്രി
ദൈവത്തിന്റെ ആത്മാവിലൂടെ ഞാൻ പറയുക, പ്രാർത്ഥനാ മുറി വീട്ടിൽ ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം ഇറങ്ങാൻ പോകുക. അസാധാരണമായത് ഇന്ന് രാത്രി കാണാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുകയാണ്. നിന്റെ കൃപയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമഹത്വം വെളിപ്പെടണമേ. ദൈവശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോൾ ഈ ഭാഗം വ്യക്തമായി പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ വിഷയത്തെക്കുറിച്ചും ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചുമൊക്കെ ദൈവത്തിൻ്റെ വചനം നമുക്ക് നന്നായി കാണുവാൻ കഴിയുന്നു. നമുക്കറിയാം, ഇവിടെ തിരുവചനം വായിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ യഹൂദയ രാജാവായ ഹെരോദാവിൻ്റെ കാലത്ത് അബിയാക്കൂറിൽ സഖരിയാവ് എന്നു പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിശബത്ത് എന്നു പേർ. സഖരിയാവെന്നും എലിസബത്ത് എന്നും പറയുന്ന ദമ്പതികൾക്ക് ദൈവം ചെയ്ത ഒരു വിടുതലിന്റെ ചരിത്രമാണ് ഈ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരെ ആരാണെന്നും അവരുടെ കുടുംബ പശ്ചാത്തലങ്ങളും എല്ലാം പരിശുദ്ധാത്മാവ് എടുത്തു പറയുകയാണ്. പുരോഹിത കുടുംബത്തിൽ, ലേവി കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട 2 വ്യക്തികളാണ് സഖരിയാവും എലിസബത്തും. ലേവി കുടുംബത്തിന്റെ ചരിത്രങ്ങൾ നമുക്കറിയാം. ദൈവം തന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി വേർതിരിച്ച ഒരു കുടുംബമാണ് ലേവി കുടുംബം. അങ്ങനെ ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി വേർതിരിച്ച കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണിവർ. അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തി എന്നാണ് എലിസബത്തിനെ കുറിച്ച് പറയുന്നത്. നല്ല അച്ചടക്കത്തിലും അനുസരണാബോധത്തിലും ദൈവഭക്തിയിലും ദൈവകൃപയിലും വളർന്നു വന്നവർ. ഇവർ 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞവർ ഭാര്യാഭർത്താക്കന്മാരായി മാറി. അങ്ങനെ ഈ ദൗത്യം മുൻപോട്ട് പോകുമ്പോൾ ഇവർ ദൈവസന്നിധിയിൽ ആരാണ് എന്ന് ചോദിച്ചാൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരാണ്. കർത്താവിന്റെ വേലയിൽ ആകൃഷ്ടരായിരിക്കുന്നവർ, ചന്തവും ക്രമവും ഉചിതമായി കർത്താവിന്റെ വേലകൾ ചെയ്യുന്നവർ. ഇരുവരും വളരെ ഭക്തിപൂർവം ദൈവത്തെ സേവിക്കുകയും ദൈവിക കട്ടളകളെ, പ്രമാണങ്ങളെ, കൽപ്പനകളെ അനുസരിക്കുകയും ചെയ്യുന്ന ഭക്തിയോടെ ജീവിക്കുന്ന ഒരു കുടുംബം. ഈ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ഇവരെ മാനസികമായി ഭാരപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന ചില വിഷയങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഇവർക്ക് തലമുറകളില്ല, കുഞ്ഞുങ്ങളില്ല എന്നുള്ളൊരു വിഷയമാണ്. കുഞ്ഞുങ്ങളില്ലാതെ ഇവർ ഭാരപ്പെടുകയാണ്. രാജകീയ കുടുംബത്തിൽ, ലേവ്യ കുടുംബത്തിൽ, പുരോഹിത കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവർ, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവർ, ശുശ്രൂഷകൾ ചെയ്യുന്ന ശുശ്രൂഷകരുടെ മക്കളായി ജനിച്ചു വളർത്തപ്പെട്ടവർ. പക്ഷേ അവരുടെ ജീവിതത്തിലും ചില പ്രവൃത്തി കാണാൻ കഴിയാതെ നീറുന്ന ഹൃദയത്തോടെ, വേദനിക്കുന്ന ഹൃദയത്തോടെ, തകർന്ന ഹൃദയത്തോടെ അവർ ദൈവസന്നിധിയിലായിരിക്കുമ്പോ, കാലാകാലങ്ങളായി ഒരു ദൈവപ്രവർത്തികൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോ എന്നത് സംഭവിക്കുമെന്ന് ഓർത്ത് നിറകണ്ണുകളോടെ, വേദനിക്കുന്ന ഹൃദയത്തോടെ കാത്തിരിക്കുമ്പോ ഒരു ദിവസം ദൈവത്തിന്റെ ദൂതൻ അവരുടെ മുമ്പിൽ ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം ദൈവത്തിന്റെ ദൂതൻ അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു. ഇന്ന് രാത്രി ആത്മനിയോഗത്തോടു കൂടി ഒരു ദൂത് വചനത്തിന്റെ വെളിപ്പാടിൽ വിളിച്ചു പറയട്ടെ. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ഇന്ന് വരെ പരിഹാരം ലഭിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഇറങ്ങുന്ന ഒരു ദൂതനുണ്ട്.
ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന് പരിഹാരമായി നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ദൂതൻ നമ്മെ കൈവിടുന്ന ഒരു ദൈവമല്ല. ഞങ്ങൾ നമ്മുടെ പ്രാർത്ഥനയെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല നാം സേവിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ എഴുപ്പുതൽ കൂട്ടത്തിന്റെ അവസാന രാത്രി ദൂതനിറങ്ങുന്ന രാത്രിയാ. നമ്മുടെ കവലകളെല്ലാം, നമ്മുടെ ദുഃഖങ്ങളെല്ലാം, നമ്മുടെ വേദനകളെല്ലാം മാറുന്ന രാത്രി. എത്ര പേർ വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹിമാലബ ശാന്തുരാ ജഗസി അംദൽ ഖനാദി. സോദരാം. ഇവർക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ശുശ്രൂഷക്കാരാ, ദൈവപ്രവൃത്തിയും കാണാൻ കഴിയുന്നില്ല. വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കും മറുപടിയില്ല. പക്ഷെ ഒരു കാര്യം, ഇവരുടെ ക്വാളിറ്റി 6-ാം വാക്യത്തിൽ വായിക്കുന്നു, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. 6-ാം വാക്യം തമിഴിലൊന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനാ വിഷയം ദൈവസന്നിധിയിൽ അറിയിച്ചിട്ട് ഇതുവരെയും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും, അത്ഭുതങ്ങൾ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, വിടുതലുകൾ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും, ദൈവപ്രവർത്തികൾ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും, ഇന്ന് രാത്രി ഒരു കാര്യം ഉറപ്പായി പറയുന്നു: ദൈവത്തിന്റെ പ്രമാണങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ കട്ടളയിൽ പടി നീ ജീവിച്ചാൽ, നീ നടന്നാൽ, ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം തന്റെ ദൂതനെ അയക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. ദൈവം തന്റെ ദൂതനെ അയക്കും. അങ്ങനെ വേദനയോടെ പ്രാർത്ഥിക്കുന്ന വിഷയം ആരായവർ? പുരോഹിതന്മാരാ, പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരാ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ, അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയാറുണ്ട്, ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന് അവർക്ക് പരിഹാരം കിട്ടി. പലർക്കും തലമുറയില്ലാതെ പ്രാർത്ഥിച്ചു, പക്ഷെ അവർക്ക് തലമുറകളെ കിട്ടി. എന്റെ കുടുംബത്തിൽ എന്റെ കുഞ്ഞിന് ഇതുവരെ തലമുറ കിട്ടിയില്ല. അനേകരുടെ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു, അവർക്ക് പ്രതിഫലം കിട്ടി. എന്റെ കുടുംബത്തിൽ ഇതുവരെ പ്രതിഫലം വന്നില്ല. ഇന്ന് രാത്രി ആത്മാവിൽ പറയട്ടെ, നിന്നെ ഏൽപ്പിച്ച വിഷയം നീ പ്രാർത്ഥിച്ചപ്പോൾ മറ്റുള്ളവർക്ക് വിടുതൽ കിട്ടിയെങ്കിൽ, ഇന്ന് രാത്രി ആത്മാവ് വിളിച്ചു പറയുന്നു, നിനക്കും വിടുതലുണ്ട്, നിനക്കും പരിഹാരമുണ്ട്, നിന്റെ ജീവിതത്തിലും അത്ഭുതങ്ങൾ കാണും. ആമേൻ, ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ പരിഹാരമുണ്ട്. സഭയിൽ വരുന്നവർക്ക് പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്. സഭയിൽ വരുന്നവർക്ക് പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കുന്നുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിൽ അത് കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് വേദനയോടെ ഇരിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് രാത്രി സ്വർഗ്ഗം തുറന്ന് നിനക്ക് വേണ്ടി തന്റെ ദൂതനെ അയക്കാൻ പോകുകയോ. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദനിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. മലയാളത്തിൽ ഒത്തിരി ഭക്തന്മാർ പാട്ടെഴുതിയിട്ടുണ്ട്. സാധു കൊച്ചുകുഞ്ഞുപദേശി എന്ന് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യൻ
നിരവധി പാട്ടുകൾ എഴുതിയ മനുഷ്യനാണ്. മലയാളക്കര ഏവരും ഏറ്റുപാടുന്നൊരു, ഏറ്റവും കൂടുതൽ ഏറ്റുപാടുന്ന പാട്ടുകൾ എന്ന് പറയുന്നത് ഈ ഭക്തന്റെ പാട്ടുകളാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അനുഭവങ്ങളിലൂടെയാണ് അദ്ദേഹം പാട്ടെഴുതുന്നത്. ചില ദിവസങ്ങളായി ഭക്ഷണങ്ങൾ കഴിക്കാതെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വേദനയോടെ ഇരിക്കുമ്പോ തന്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധു അമേരിക്കയിൽ നിന്ന് വന്നു. അമേരിക്കയിൽ നിന്ന് വന്ന ഈ ബന്ധു ഇദ്ദേഹത്തിന്റെ വീടിനെ അരികിലേക്ക് വരുന്നത് ഈ മനുഷ്യൻ കണ്ടു. അദ്ദേഹം കരുതി അമേരിക്കക്കാരനാ, എന്തെങ്കിലും പ്രതിഫലം ഇപ്പോൾ ലഭിക്കും. അങ്ങനെ പ്രതീക്ഷിച്ച് ആ മനുഷ്യനെ നോക്കിയിരിക്കുമ്പോ സാധുവായ ഉപദേശിയെ മുഖം കാണിക്കാതെ തന്റെ കയ്യിലിരുന്ന കുട നിവർത്തി തന്റെ മുഖം മറച്ചുപോയി. ഈ പാവപ്പെട്ട ഉപദേശിയെ കാണാതെ അദ്ദേഹത്തിന്റെ ഹൃദയം വേദനിച്ചു, അദ്ദേഹം ഭാരപ്പെട്ടു. അവിടെ ഇരുന്നു കൊണ്ട് ചില വരികൾ എഴുതി പാട്ടിന്റെ. ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടു കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മൾ പ്രതീക്ഷിക്കുന്നവരൊന്നും നമ്മെ സഹായിക്കാൻ വരത്തില്ല. എന്നാൽ നമുക്ക് സഹായം എത്തിക്കാൻ ഒരുവൻ ഉയരത്തിലുണ്ട്. ഇന്ന് രാത്രി അവന്റെ കൃപകൾക്കായി, അവന്റെ മഹത്വത്തിനായി, അവന്റെ പ്രവൃത്തികൾക്കായി, അവന്റെ വിടുതലുകൾക്കായി ജനം ഏറ്റെടുക്കട്ടെ. വേദനയുണ്ട്, ദുഃഖമുണ്ട്. അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഭക്തനായ സഖരിയാവ് കുടുംബം ഒരു ദിവസം അബിയാഖൂറിൻ പ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിത ശുശ്രൂഷകൾക്ക് വേണ്ടി ചെല്ലുമ്പോ 8-ാം വാക്യത്തിൽ വായിച്ചു നോക്കിയേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ എന്തിനാ പോയത്? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവരുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഒരു ശുശ്രൂഷകന്റെ കടമയാത്. ഇവിടെ വരുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവദാസനെ ഏൽപ്പിച്ചിരിക്കുക. അവർക്കൊത്തിരി വിഷയങ്ങളുണ്ട്, അവർക്കൊത്തിരി ആവശ്യങ്ങളുണ്ട്.
അതൊക്കെ മറന്ന്, അതൊക്കെ സഹിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോ അതിനപ്പുറത്ത് തന്റെ ദാസനും കുടുംബത്തിനും വേണ്ടി ദൈവം പ്രവർത്തിക്കും. അതാണ് ദൈവത്തിന്റെ കൃപ. ആമേൻ. സ്തോത്രം. കല്യാണം കഴിഞ്ഞതിന്റെ 1-2 വർഷം കഴിഞ്ഞപ്പോഴായിരിക്കും ഇവര് കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ല, ഇവൾ പ്രസവിക്കാത്തവൾ എന്ന് പറഞ്ഞ് ജനമൊക്കെ മുദ്രകുത്തി കാണും. അപ്പോൾ അതുകൊണ്ട് ഇവർ അവിടെ മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങി, ഒരു തലമുറയെ ദൈവം തരണേന്ന്. 1-2 വർഷമല്ല, ഒത്തിരി വർഷങ്ങൾ പ്രാർത്ഥിച്ചു. ഇപ്പോ ഇവരുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടെ ആരാ? ഇപ്പോൾ ഇവർ അവരെ കുറിച്ച് പറയുന്നത് 18-ാം വാക്യം വായിച്ചു നോക്കിയേ. ആ ആ ആ ആ കണ്ടോ, 2 പേരും വയസ്സായി. അപ്പൊ പ്രാർത്ഥന എത്ര വർഷം നടത്തിയെന്ന് വിചാരിക്കണം. കല്യാണം കഴിഞ്ഞ സമയം അന്ന് മുതൽ പ്രാർത്ഥിച്ചതാ. ഇപ്പോ സക്കരിയാവ് കിളവനായി, തന്റെ ഭാര്യയെ വയസ്സ് ചെന്നവളായി, പുത്രോത്പാദനത്തിനുള്ളതായ സാഹചര്യങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1-2 ആഴ്ചകളല്ല, 1-2 മാസങ്ങളല്ല പ്രാർത്ഥിച്ചത്, 1-2 വർഷങ്ങളല്ല പ്രാർത്ഥിച്ചത്, നീണ്ട വർഷം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീണ്ട വർഷങ്ങൾ, നീണ്ട മാസങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഈ എഴുപ്പുതൽ കൂട്ടത്തിൽ വിടുതലുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത്രയും വിഷമം ഉള്ളിൽ ഒതുക്കി, ഇത്രയും വേദനകൾ ഉള്ളിൽ ഒതുക്കി അബിയാക്കൂറിൽ തന്റെ ശുശ്രൂഷാ കാലം വന്നപ്പോ പിന്നെയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്തവരുടെ രോഗങ്ങൾക്ക് വേണ്ടി, അവരുടെ പാപങ്ങൾക്ക് മാറ്റം കൊടുക്കാൻ, അവരുടെ ഇല്ലായ്മകളിൽ നിന്ന് അവരെ വിടുവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവഭക്തൻ ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, അസാധാരണമായൊരു സംഭവം നടക്കുകയാണ്. അസാധാരണമായൊരു സംഭവം നടക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നുവരെ നടന്നിട്ടില്ലാത്തൊരു സംഭവം, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചിലത് ദൈവഭക്തൻ കാണുവാൻ പോകുക, അനുഭവിക്കാൻ പോകുക. അവൻ അബിയാക്കൂറിൽ അതിന്റെ ക്രമപ്രകാരം ശുശ്രൂഷകൾക്ക് വേണ്ടി വന്ന് ദൈവാലയത്തിൽ ശുശ്രൂഷിച്ചു കൊണ്ട് നിൽക്കുമ്പോ അവന്റെ കണ്ണുകളിൽ കണ്ടത് ദൈവത്തിന്റെ ദൂതൻ അതിനകത്തു നിൽക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നലകളിൽ ശുശ്രൂഷകൾ ചെയ്തപ്പോൾ സംഭവിച്ചിട്ടില്ല, ഇന്നലകളിൽ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചില്ല, ഇന്നലകളിൽ അനേകർക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചപ്പോൾ സംഭവിച്ചില്ല. എന്നാൽ അസാധാരണമായ ഒരു കാര്യം ഇതാ ഇന്ന് സംഭവിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി വന്നിരിക്കുന്നു. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇന്ന് രാത്രി ദൈവദൂതൻ ഇറങ്ങും. ആമേൻ, ഹല്ലേലൂയ. പ്രായം കുറയായി, ഇനിയും ദൈവപ്രവൃത്തി വെളിപ്പെട്ടില്ല എന്ന് കരുതി ഭാരപ്പെടേണ്ട. നമുക്ക് വേണ്ടിയുള്ളത് ദൈവം കരുതും. സ്തോത്രം. അതുകൊണ്ട് ദൈവാത്മാവിൽ ഒരു വചന വെളിപ്പാട് ഞാൻ പറയുക. ഇന്നലകളിൽ നടക്കാത്തൊരു കാര്യം നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നടക്കും. ഇന്നലകളിൽ നടക്കാത്ത ചിലത് നമ്മുടെ ആലയത്തിനകത്ത് നടക്കും.
ഇന്ന് രാത്രി ദൂതന്മാർ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ആത്മീക കണ്ണുകളൊന്ന് തുറന്നാട്ടെ. എല്ലാ ബന്ധനങ്ങളെയും പൊട്ടിച്ചു കളഞ്ഞ്, എല്ലാ ഇരുമ്പോടാമ്പലുകളെയും തകർത്തെറിഞ്ഞ്, എല്ലാ താമ്ര കഥകളെയും തകർത്തെറിഞ്ഞ്, എന്റെ മകന് വേണ്ടി, എന്റെ മകൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് ഉയരങ്ങളിൽ വസിക്കുന്ന ദൈവം തന്റെ ദൂതരെ നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഇന്ന് രാത്രി ഇവിടെ അയച്ചിരിക്കുകയാ. എത്ര പേർ ആത്മീകമായി കാണുമത്? സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പകൽ നാം കേട്ടു, കർത്തൃദിവസത്തിൽ ആത്മവിവശനായ യോഹന്നാൻ ചിലത് കണ്ടു. പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൂതന്മാർ ഇറങ്ങുന്നത് എത്ര പേർ കണ്ടിട്ടുണ്ട്? സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി അത് നടക്കണം. പരിശോധിച്ചു നോക്കണം, ഈ പറയുന്നത് ശരിയാണോ എന്നൊന്ന് പരിശോധിക്കണം. വേദന വരുമ്പോ, ദുഃഖം വരുമ്പോ പ്രാർത്ഥനാ മുറിയിലോട്ട് അങ്ങോട്ട് കയറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൂതൻ ഇറങ്ങുകയാണ്. ദൂതൻ ഇറങ്ങിയാൽ വിടുതൽ ഉറപ്പാ. പ്രൈസ് ദി ലോർഡ്. മമ്രയുടെ തോപ്പിൽ കൂടാരത്തിന്റെ വാതിൽക്കൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അബ്രഹാം നോക്കുമ്പോൾ 3 ദൈവത്തിന്റെ ദൂതന്മാർ അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് വരികയാണ്. അബ്രഹാം അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി ദൂതന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ പാദങ്ങൾ കഴുകി അവരുടെ കാൽക്കൽ വീണവരെ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇരിപ്പിൻ, ഞാൻ പോയി നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ എടുത്തുകൊണ്ടുവരാം. ഓടി വന്ന് സാറായിയോട് പറഞ്ഞു, പെട്ടെന്ന് 3 ഇടങ്ങഴി മാവെടുത്ത് അപ്പമുണ്ടാക്ക്, ഞാൻ മേത്തരമായൊരു കാളക്കുട്ടി അറുത്ത് ഇറച്ചിയുമായി വരാം. അങ്ങനെ ഇവരെന്ത് ചെയ്തു? പാചകം തുടങ്ങി. നമ്മൾ കൊടുക്കുന്ന അളവിനാൽ നമുക്ക് എന്ത് ചെയ്യും? തിരിച്ച് കൊടുക്കുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യും? തിരിച്ച് കിട്ടും. പ്രൈസ് ദി ലോർഡ്. കൊടുക്കുന്നത് പോലെ തിരിച്ചു കിട്ടൂ. അബ്രഹാം എത്ര ഇടങ്ങഴി മാവാ എടുത്തത്? 3 ഇടങ്ങഴി. എത്ര ദൂതന്മാരുണ്ട്? 3 ദൂതന്മാർ. ഒരു ദൂതന് 1 ഇടങ്ങഴി. അന്നത്തെ ആൾക്കാരൊക്കെ നല്ല ചാപ്പാടടിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ഗിദയോനുമായിട്ട് യുദ്ധത്തിന് പോകുമ്പോ അധികം ആൾക്കാർ പോയത് കൊണ്ട് ദൈവം പറഞ്ഞു, ഇവരെ ഒന്നും അത്ര അങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമില്ല, ഇവരെ ഒന്ന് പരിശോധിക്കും. വെള്ളം കണ്ടപ്പോ ദൈവം പറഞ്ഞു, ഇവരെ അവിടേക്ക് കൊണ്ടുപോകണം. അതുകൊണ്ട് അവിടെ ചെന്നപ്പോ ചിലര് വെള്ളം കണ്ടത് ഒന്ന് കമിഴ്ന്നു വീണു. ചിലരെന്ത് ചെയ്യുന്നറിയാമോ? പട്ടി നക്കി കുടിക്കും പോലെ, നായി നക്കി കുടിക്കും പോലെ നക്കി കുടിച്ചു. അങ്ങനെ 300 പേർ. ദൈവം പറഞ്ഞു, ഇവരെ മതി. നായി നക്കി കുടിക്കും പോലെ കുടിക്കുക എന്ന് പറഞ്ഞ പട്ടി വെള്ളം കുടിക്കുന്ന കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? വീട്ടിൽ പട്ടിയില്ലേ? പട്ടി വളർത്തുന്നവരല്ലേ? മൃഗസ്നേഹികളല്ലല്ലോ നമ്മളാരും അല്ലേ? പ്രൈസ് ദി ലോർഡ്. പട്ടി ആഹാരം കഴിക്കുമ്പോ അടുത്ത് നിന്ന് നിൽക്കണം. പട്ടി വെള്ളം കുടിക്കുമ്പോ അടുത്ത് ചെന്ന് നിൽക്കണം. എന്തിനാ ഈ ബൈബിളിൽ ദൈവം ഈ ആശയത്തെ പറഞ്ഞിരിക്കുന്നത്? പട്ടി വെള്ളം കുടിക്കുമ്പോഴും പട്ടി ആഹാരം കഴിക്കുമ്പോഴും നിങ്ങൾ അതിന്റെ കണ്ണുകൾ ശ്രദ്ധിക്കണം. അത് ആഹാരത്തെ നോക്കി കഴിക്കൂല.
പട്ടി ആഹാരം നോക്കി കഴിക്കത്തില്ല, അത് വെള്ളവും കുടിക്കത്തില്ല. പിന്നെയോ 4 ചുറ്റും അതിന്റെ കണ്ണുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും ശത്രു ഇതിനെ അപകരിക്കാൻ വരുന്നോ എന്നറിയാൻ. അങ്ങനെയാ പട്ടി കഴിക്കണേ. ശ്രദ്ധിച്ച് നോക്കണം, വീട്ടിൽ പട്ടിയുണ്ട്. ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ്, കണ്ണ് അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും, എല്ലായിടവും പോകും. ആഹാരം കാണുമ്പോൾ കവിണ്ണ് വീഴുന്നവരെ യുദ്ധത്തിന് കൊള്ളത്തില്ല. അവർ ചാപ്പാടാ. അവരെ കുറിച്ച് പറയുന്നത് പെരുവയറന്മാരെന്ന. പെരുവയറന്മാർ ചാപ്പാട് കണ്ടാ പിന്നെ യുദ്ധത്തിന് പോകത്തില്ല. അതുകൊണ്ടാ ദൈവം പറഞ്ഞത് ഇവർ മതി, 300 പേര് മതി, അധികം ആളിന്റെ ആവശ്യമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. 3 ദൂതന്മാർക്ക് 3 ഇടങ്ങഴി മാവെടുത്തു. ദൈവവും കരുതി വെച്ചിരുന്നു. മിസ്രയീമിൽ നിന്ന് യാത്ര ചെയ്ത് വനാന്തരത്തിലൂടെ പോകുമ്പോ ആഹാരമില്ലാതെ ഭാരപ്പെട്ടപ്പോ ശക്തിമാന്മാരുടെ അപ്പം മന്ന ദൈവം അവർക്ക് വേണ്ടി അയച്ചു കൊടുത്തു. ഒക്കെ ഒത്തിരി കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. ഈ മന്നയൊക്കെ ഇറക്കി കൊടുത്തതുണ്ടല്ലോ, അത് വെയിലടിച്ചാൽ ഉരുകിപ്പോകും. അതുകൊണ്ട് പ്രഭാതത്തിൽ മഞ്ഞു പൊഴിയുന്ന സമയത്ത് മന്ന ദൈവം ഇറക്കി കൊടുത്ത്. അതിന്റെ സുരക്ഷിതമൊക്കെ പറഞ്ഞാൽ ഭയങ്കരമാണ്. വിശന്നിരിക്കുന്ന ജനം മന്ന കണ്ടപ്പോ ആർത്തിയോടെ ഓടി ഒത്തിരി അങ്ങ് പെറുക്കിക്കൂട്ടി. ദൈവം പറഞ്ഞു, എന്താ പറഞ്ഞത്? ഓരോരുത്തൻ ഓരോ ഇടങ്ങഴി പറക്കണം. കണ്ടാ, ദൂതൻ വന്നപ്പോ അബ്രഹാം എത്ര ഇടങ്ങഴി കൊടുത്തു? ഒരു ദൂതന് ഒരിടങ്ങഴി. ദൈവം പറഞ്ഞു ഒരിടങ്ങഴി, നീ ഒരുത്തൻ ഒരിടങ്ങഴി എടുത്താ മതി. അതുകൊണ്ട് ആ കൊടുക്കുന്ന അളവിനാലേ തിരിച്ചു കിട്ടൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതന്മാർക്ക് ഭക്ഷണം ഒരുക്കി ഭക്ഷണം കൊണ്ട് കൊടുത്ത് കഴിച്ചിട്ട് അബ്രഹാം പറയുകയല്ലേ, ഇതിനായിട്ടല്ലോ നിങ്ങൾ എന്റെ വീട്ടിൽ വന്നത്. അബ്രഹാമിനോട് ദൈവത്തിന്റെ ദൂതന്മാർ പറഞ്ഞൊരു വാചകമുണ്ട്, നിന്റെ ഭക്ഷണം കഴിക്കാനല്ല ഞങ്ങൾ വന്നത് മുകളിൽ നിന്നൊരു ഓർഡർ ലഭിച്ചു, ഒരാജ്ഞ കിട്ടി. അബ്രഹാമിന്റെ വീട്ടിലേക്ക് പോയി 25 വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി അവന്റെ കുടുംബത്തിൽ പോയി നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് ആജ്ഞ കിട്ടിയത് കൊണ്ട് ഞങ്ങൾ വന്നത് വെറുതെയല്ല, ദൈവം പറഞ്ഞ വാഗ്ദത്തവുമായിട്ട് ഞങ്ങൾ വന്നത്. ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്ത്, പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവദൂതൻ ഇറങ്ങിയാൽ വെറുതെ ഇറങ്ങത്തില്ല, വെറുതെ വരത്തില്ല. വാഗ്ദത്തമുണ്ട് അവന്റെ കയ്യിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വെറുതെ വരത്തില്ല ദൂതൻ, വിടുതലുമായിട്ടേ വരൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവദൂതൻ ഇറങ്ങട്ടെ. അറ്റാക്ക് വന്ന് എനിക്ക് ഡോക്ടർ ആൻജിയോപ്ലാസ്റ്റിക് ഒക്കെ ചെയ്തു, സർജറി ചെയ്തു. എന്നോട് പറഞ്ഞ സംസാരിക്കരുതെന്നൊക്കെയാ. അധികം ഒന്നും സംസാരിക്കരുത്. സ്റ്റെന്റ് ഇട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് വരുമ്പോ എങ്ങനെ സംസാരിക്കാതിരിക്കും? ആത്മസാന്നിധ്യത്തിന്റെ നിറവിൽ നിൽക്കുമ്പോ എങ്ങനെ സംസാരിക്കാതിരിക്കും? പോകുമ്പോ അങ്ങ് പോട്ടെന്നേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുക, ദൈവദൂതൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത്ഭുതം നടക്കോ. ദൈവദൂതൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ വിടുതൽ നടക്കോ. ദൈവദൂതൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുടുംബത്തിനകത്ത് മാറ്റം വരോ. ദൈവദൂതൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറയ്ക്ക് മാറ്റം വരോ. ദൈവദൂതൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നടക്കോ. ഇന്ന് രാത്രി അത്ഭുതത്തിന്റെ രാത്രിയാകട്ടെ. യെസ്, ഹോറാബാസിയാറാം ധനാദിയ. ദൂതൻ ഇറങ്ങണമെങ്കിൽ
സക്കരിയാവിനെ പോലെ ആയിരിക്കണം, അബ്രഹാമിനെ പോലെ ആയിരിക്കണം. പ്രവൃത്തി വെളിപ്പെടാത്തത് കൊണ്ട് ഈ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് പിന്മാറിപ്പോയാൽ ദൂതൻ ഇറങ്ങത്തില്ല. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയാൽ ദൂതൻ ഇറങ്ങത്തില്ല. ദൈവകൽപ്പനകൾ ലംഘിച്ചാൽ ദൂതൻ ഇറങ്ങത്തില്ല. ദൈവത്തിന്റെ വഴികളിൽ നടന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവദൂതൻ ഇറങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇറങ്ങിയാൽ പ്രശ്നത്തിന് പരിഹാരം ഉറപ്പാ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നസറേത്തിൽ സാധു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട മറിയ എന്ന് പറയുന്ന പെൺകുട്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞ പ്രവചന സത്യങ്ങൾ അത് എന്നിലൂടെ വെളിപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിൽ പിറന്ന പല പെൺകുട്ടികളും മശിഹാക്ക് ജന്മം കൊടുക്കുവാൻ വ്രതമെടുത്ത് കാത്തിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രൈസ് ദി ലോർഡ്, രാജകൊട്ടാരത്തിൽ രാജകീയ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടികൾ കന്യകാത്വം സ്വീകരിച്ചുകൊണ്ട് വ്രതമെടുത്ത് മശിഹാക്ക് ജന്മം കൊടുക്കാൻ കാത്തിരിക്കുമ്പോ ആരും തിരിഞ്ഞു നോക്കാത്ത 20 പട്ടണങ്ങളുള്ള ഗലീലയിലെ പട്ടണത്തിൽ നാസറേത്ത് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ദൈവത്തിന്റെ ദൂതനായിരിക്കുന്ന ഗബ്രിയേലിനെ ദൈവം മറിയയുടെ വീട്ടിൽ അയച്ചെങ്കിൽ, മറിയേ, നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അരുമന പട്ടണത്തിൽ നിങ്ങളുടെ വീട്ടിനകത്ത് ദൈവം തന്റെ ദൂതനെ അയച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ദൂതൻ ഇറങ്ങി വരത്തില്ല. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറുതെ ദൂതൻ ഇറങ്ങി വരത്തില്ല. ദൂതൻ ഇറങ്ങി വന്നാൽ അത്ഭുതം നടന്നിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. രാത്രി ദൈവത്തിന്റെ മഹത്വം കാണണം. നമ്മളൊക്കെ ഏത് ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ദൈവം പ്രാർത്ഥന കേൾക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഏൽപ്പിക്കാമോ ദൈവമക്കളെ? എത്ര പേർ പ്രാർത്ഥിക്കും? ഇന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ വെറുതെ കിടന്നിറങ്ങിയാലൊന്നും ദൂതൻ ഇറങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. 63-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, ഉണങ്ങി വരേണ്ട ദേശത്ത് യഹൂദ മരുഭൂമിയിൽ ഇരുന്നു കൊണ്ട് പറയുക, നീ എൻ്റെ ദൈവം. എൻ്റെ ദൈവം എന്ന് പറയണമെങ്കിൽ അതിനാ ക്വാളിറ്റി വേണം. ദാവീദ് പറയുന്നു, നീ എൻ്റെ ദൈവം, ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ദേഹം നിനക്കായി കാക്ഷിക്കും. എത്ര പേർ പറയും നീ എൻ്റെ ദൈവം എന്ന് പറയാൻ? അവകാശമുള്ളവൻ പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വളർച്ച പ്രാപിച്ചവൻ പറയും. ഇന്ന് വളർച്ച ഇല്ലാതിരുന്ന അവിടെ ഇരിക്കാനേ പറ്റൂ. വായിച്ചു നോക്കിയേ, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4:1. വചനം പറയുന്ന, അവകാശി സകലത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. എന്ന് പറഞ്ഞാൽ ശിശുവായിരുന്നാൽ അതിന്റെ അർത്ഥം വളർച്ചയില്ല. ആത്മീക വളർച്ച പ്രാപിക്കാതിരുന്നാൽ നമുക്ക് എവിടെ അധികാരം കിട്ടും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനും നിങ്ങളും ആരെ അവകാശികളാ? നാം മക്കളെങ്കിൽ അവകാശികളാണ്, അപ്പന്റെ മക്കളാ. ദൈവം നമ്മെ തെരഞ്ഞെടുത്തവരാ. അപ്പന്റെ മക്കളായി തെരഞ്ഞെടുത്തില്ലെങ്കിൽ ഇന്നും വളർച്ചയില്ലാതെ ആ ശിശുവിനെ പോലെ ഇരുന്നാൽ എന്ത് സംഭവിക്കും? അധികാരിയായിരിക്കേണ്ട നമ്മള് ശത്രുവിന്റെ അടിമകളായി മാറും, ദാസനേക്കാൾ അധമന്മാരായി മാറും.
അതുകൊണ്ട് എന്ത് ചെയ്യണം? വളർച്ച പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു എന്ന തലയോളം വളരണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വളർച്ചയില്ലാതിരിക്കരുത്, മുരടിച്ചിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആത്മീക വളർച്ച പ്രാപിക്കണം. അപ്പോഴേ നമ്മൾ യജമാനന്മാരെ പോലെ വാഴും. ഇവിടെ ഇരുന്ന് കൽപ്പിച്ചാൽ മതി, പിശാച് ഓടും. പ്രൈസ് ദി ലോർഡ്. പിശാച് തകരും, പിശാചിന്റെ കെട്ടുകൾ അഴിയും. പിശാചിന് നമ്മെ എല്ലാം അറിയാം, പ്രാർത്ഥിക്കുന്നവനെയൊക്കെ അറിയാം, ദൈവദാസന്മാരെ എല്ലാം അറിയാം പിശാചിന്. അടുത്ത സമയത്ത് കേരളത്തിൽ കുറ്റിച്ചൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു IPC സഭയില് ഒരു ദിവസം ഒരു രാവിലെ അവിടുത്തെ ദൈവദാസൻ എന്നെ വിളിക്കുന്നു, പാസ്റ്റർ പെട്ടെന്നൊന്ന് വരുമോ? 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ മേൽ പിശാചിളകി. പിടിച്ചാൽ അടങ്ങിയിരിക്കാതെ പണ്ടവൻ ആകെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുക. പാസ്റ്റർ ഒന്ന് വരണം. ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഇപ്പോൾ സമയമില്ല. എന്നോട് പറഞ്ഞു, ദൈവം ഏത് പാസ്റ്ററേ, ഇല്ല എന്ന് പറയരുത്. ഞാനും കരുതി 22 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനല്ലയോ, പോകാമെന്ന് കരുതി. പ്രൈസ് ദി ലോർഡ്. എന്നെ ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരൻ കണ്ടിട്ടില്ല, എന്നെ കുറിച്ച് അവൻ അറിയത്തില്ല. ഈ പാസ്റ്റർ എന്നെ വിളിക്കുമ്പോൾ അവൻ ആ പിശാചിളകി, ആ പിശാച് അവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്, ആ പാസ്റ്ററോട് പറയുകയാണ്, 10 കാണിയിലെ മറ്റവനല്ലേ നിങ്ങൾ വിളിക്കണേ, 10 കാണിയിലുള്ള മറ്റേ പുള്ളിയല്ലേ വിളിക്കണേ, എനിക്കറിയാവനെ, ഇങ്ങോട്ട് വരട്ടവൻ, ഞാൻ കാണിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം പിശാചിനറിയാം. നമ്മുടെ അഡ്രസ് നമുക്കറിഞ്ഞില്ല, അറിഞ്ഞുകൂടെങ്കിലും പിശാചിനറിയാം നമ്മുടെ അഡ്രസ്സൊക്കെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെല്ലാം പിശാചിന് അവിടെ ചെന്ന് അവൻ പറഞ്ഞതുപോലെ തന്നെ എന്നെ കണ്ടതും പറയാ, അതാ വരുന്നവന്മാര്, വാടാ. പ്രൈസ് ദി ലോർഡ്. നമ്മളെയൊക്കെ കാണുമ്പോൾ പിശാച് വാടാന്ന് ഇടാന്നൊക്കെ വിളിക്കും. അപ്പോഴും വിചാരിക്കരുത് കൃപയില്ലാത്തത് കൊണ്ടാണെന്ന്. ഇവൻ കള്ളവനും അവന്റെ അപ്പനുമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു പാസ്റ്റർ ഇങ്ങനെ പിശാചിനെ എതിരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിശാച് പറഞ്ഞു, എടാ നിന്നെ എനിക്കറിയാം, നീ ആരാണെന്ന് എനിക്കറിയാം, നീ ഇന്ന ആളല്ലേ എന്ന് പറഞ്ഞപ്പോ പാസ്റ്റർ പറഞ്ഞു, എടാ ഞാൻ ആ ആളാണെങ്കിൽ എന്റെ ദൈവത്തോട് ഞാൻ പ്രൈസലോടല്ലേ പറഞ്ഞു തീർത്തോളാം. പക്ഷെ ഇപ്പൊ ഞാൻ നിന്നെ വിടാനാ ഇവിടെ വന്നത്, നീ പോയേ പറ്റൂ, നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചിട്ടേ ഞാൻ പോകൂ. നീ എന്ത് കള്ളം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും, ഞാൻ പറഞ്ഞത് നമ്മളെല്ലാ ലിസ്റ്റുകളും പിശാചിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ എന്റെ സഭയെ പണിയും പാതാള ശക്തികൾ. കണ്ട, പാതാളത്തിൽ അവർ കൂട്ടം കൂടിയിരുന്ന് ചിന്തിക്കുക. അരമനയിൽ FGC സഭയിൽ ജപരാജ് എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട്. വിജയരാജൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരങ്ങനെ കൂട്ടം കൂടി ആലോചിക്കുക, ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന്റെ ആത്മീയതയിൽ തകർക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ച് കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിലെ കെട്ടുകളൊക്കെ പൊട്ടിച്ചിട്ട് ഓരോ ദിവസം എഴുന്നേൽക്കുന്നതോ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അങ്ങനെ അധികാരം ദൈവമക്കൾ പ്രാപിക്കണോ, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം ദൈവസഭ. അങ്ങനെ സഭ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവസഭയ്ക്കകത്ത് അത്ഭുതം നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. സാധു പെൺകുട്ടിയായ മറിയയുടെ അടുക്കൽ ദൂതൻ വന്നിട്ട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അവള് പറയുക, ഇതെന്തൊരു വന്ദനം, എന്നെ വന്ദനം ചൊല്ലാൻ ഞാൻ ആരാ? ദൂതൻ പറഞ്ഞു കാണും, ബൈബിളിൽ ഇല്ലാത്ത കാര്യം അത്. ഈ പട്ടണത്തിൽ ഒത്തിരി രാജകുടുംബത്തിൽ ഒത്തിരി പെൺകുട്ടികൾ കന്യകത്വം സ്വീകരിച്ച്
വ്രതമനുഷ്ഠിച്ചു മശിഹായ്ക്ക് ജന്മം കൊടുക്കാൻ കാത്തിരിക്കുമ്പോൾ അവരെയൊക്കെ പുറന്തള്ളി, അവരെയൊക്കെ തള്ളി മാറ്റിയിട്ട് ദൈവം തെരഞ്ഞെടുത്തത് നിന്നെയാ. അതിനാ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞത്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കൃപ പ്രാപിച്ച ദൈവമക്കളെ തേടി ദൂതൻ വരും. ഇന്ന് രാത്രി വരും, അഡ്രസ്സും തേടി വരും, വീട്ടിൽ വരും, കൊറിയർ വരും പോലെ വരും, സാധനമായിട്ട് വരും. വാങ്ങാൻ കാത്തിരുന്നോളണം. മയങ്ങിയിരിക്കരുത്, തൂങ്ങിയിരിക്കരുത്. ഇവിടെ വെച്ചിട്ട് പോ, എനിക്ക് ഞാൻ വേണമെങ്കിൽ എടുത്തോളാം എന്നൊന്നും പറയരുത്. ദൂതം അത് എടുത്തോണ്ട് പോക്കളയും, പിന്നെ കിട്ടത്തില്ല. അടുത്ത ഞായറാഴ്ച ഈ 30-ാം തീയതി രാത്രി കേട്ട സന്ദേശം അനുസരിച്ച് എന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോ വാഗ്ദത്തം, എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൂതൻ ഇറങ്ങിയെന്ന് ഇവിടെ സാക്ഷ്യം പറയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു എഴുപ്പുതൽ കൂട്ടം വച്ചത് വെറുതെ വെച്ചതല്ല. ദൈവത്തിന്റെ മഹിമ ഇവിടെ ഇറങ്ങണം, ചിലത് കാണണം. ദൂതൻ പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്നനം, ആർക്കും ലഭിക്കാത്തൊരു ഭാഗ്യം നിനക്ക് കിട്ടിയിരിക്കുകയാ. അവൾ ചോദിച്ചെന്താ? പ്രൈസ് ദി ലോർഡ്, നീ ഒരു മകന് ജന്മം കൊടുക്കാൻ പോകുകയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. വാഗ്ദത്തമുള്ള സന്തതി വെളിപ്പെടുമ്പോൾ ചില പ്രശ്നം കുടുംബത്തിലുണ്ടാകും. പലരും പറയും, ഇവന്റെ തല കണ്ടത് മുതൽ എന്റെ കുടുംബത്തിൽ പ്രശ്നമാണ്, ഈ കുഞ്ഞിന്റെ തല കണ്ടത് മുതൽ ശാപം പോലെയാ, ഒന്ന് മാറി അനർത്ഥങ്ങളാ, പ്രതികൂലങ്ങളാ എന്ന് പറഞ്ഞു പല മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ശപിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയാ, അവനിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. അത് തിരിച്ചറിഞ്ഞ് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഈ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറിയയുടെ അടുക്കൽ ദൂതൻ വന്നത് വെറുതെയല്ല. പ്രൈസ് ദി ലോർഡ്, അവൾക്ക് കൊടുക്കാൻ ചില വാഗ്ദത്തങ്ങളുമായി വന്നതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, ദൈവദൂതൻ വെറുതെ ഇറങ്ങത്തില്ല. ദൂതൻ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടിലെ ചില ആവശ്യത്തെ നിവർത്തിക്കാനാ വന്നേക്കണേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം ദൂതനെ പോലെ ചിലരെ അയച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തോളണം, അവർ നിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വന്നതല്ല. ദൈവം അയച്ചിട്ട് ദൈവദാസന്മാർ വീട്ടിൽ വന്നാൽ ഓർത്തോളണം, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനല്ല വന്നത്, ദൈവത്തിന്റെ വാഗ്ദത്തവുമായിട്ടാ വന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ വന്നത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രാർത്ഥനാ മുറിയിൽ സഖരിയാവിന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങി. സഖരിയാവ് വിറച്ചു നിൽക്കുക, പേടിച്ചു നിൽക്കുക. ദൈവത്തെ കണ്ടാൽ മരിച്ചു പോകുമെന്നൊരു ചിന്തയുണ്ട്. ദൂതനെ കണ്ടത് ഇവൻ പേടിച്ചുപോയി, ഭയപ്പെട്ടു. ദൂതൻ പറഞ്ഞു, പേടിക്കണ്ട, ഭയപ്പെടേണ്ട, ഞാനൊരു സന്ദേശം അറിയിക്കാനാ വന്നത്, ഒരു കാര്യം. നീ ഇത്രയും വർഷം പ്രാർത്ഥിച്ചൊരു വിഷയത്തിന് മറുപടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഈ സന്തോഷമൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ ദൈവമക്കളെ ആനന്ദം കൊണ്ടൊന്ന് തുള്ളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ആനന്ദം കൊണ്ടൊന്ന് തുള്ളണം. കന്യാകുമാരിയിൽ ഒരു ചർച്ചിൽ ഒരു അപ്പച്ചനുണ്ട്. അപ്പച്ചൻ ഈ വാക്കൊക്കെ കേൾക്കുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഹല്ലേലൂയ എന്ന് വിളിക്കും, ഉച്ചത്തിൽ വിളിക്കും. ചിലർക്കൊക്കെ അതൊരു വല്ലാത്തൊരനുഭവമായി തോന്നും. അന്ന് അവരുടെ സഭയുടെ നേതൃത്വത്തിൽ നിന്ന് ആള് വരികയാണ്. അതുകൊണ്ട് അവിടുത്തെ ബോധകർ അപ്പച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പച്ച, ഹെഡിൽ നിന്ന് ആള് വരികയാണ്, ആവശ്യമില്ലാതെ ഇതിനകത്തിരുന്ന് ഹല്ലേലൂയ എന്നൊന്നും പറഞ്ഞ് ഉച്ചത്തിൽ വിളിക്കരുത്. അത് അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അതുകൊണ്ട് അപ്പച്ചൻ അടങ്ങിയിരിക്കണം. അപ്പച്ചന് ഞാൻ ഒരു ജോഡി ചെരുപ്പ് വാങ്ങിത്തരാം, ചെരുപ്പ്, ചപ്പൽ.
ചപ്പലിന്റെ കാര്യം ഓർത്ത് അവരൊക്കെ വന്നു, പ്രസംഗം തുടങ്ങി. അപ്പച്ചൻ ഈ ചെരുപ്പിന്റെ കാര്യം ഓർത്ത് അടങ്ങിയിരിക്കുക. അപ്പോഴപ്പോഴും പൊങ്ങും, വിളിക്കുക ഹല്ലേലൂയ. പക്ഷേ പിന്നെ ചെരുപ്പ് ഓർക്കുമ്പോൾ താഴും. ലാസ്റ്റിൽ ഈ പാസ്റ്ററുടെ പ്രസംഗം കേട്ട് അപ്പച്ചൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എനിക്ക് ചെരുപ്പ് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആരാധനയൊക്കെ കഴിഞ്ഞ് പോകാൻ സമയമായപ്പോ അവിടുത്തെ ആ വന്ന പാസ്റ്റർ ചോദിച്ച്, എന്താ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പച്ചന്, അതുകൊണ്ട് ഞാനൊരു ചെരുപ്പ് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അപ്പച്ചൻ അതുകൊണ്ടാ സഹിയിട്ടങ്ങനെ പറഞ്ഞു പോയത്. അപ്പം ആ വന്ന പുള്ളിക്കാരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, അദ്ദേഹത്തിന് ഒരു ജോഡി ഡ്രസ്സും കൂടെ എടുത്തു കൊടുക്കുക. കണ്ട, ഒരു ഹല്ലേലൂയയ്ക്ക് ഒരു ചെരുപ്പും കിട്ടി, ഒരു മുണ്ടും കിട്ടി, ഒരു ഉടുപ്പും കിട്ടി. ഒരു ഹല്ലേലൂയ എവിടെ ഇരുന്ന് പറഞ്ഞാൽ ചിലതും കൊണ്ടേ പോകും, സംഭാവനകൾ പൊതിയും കൊണ്ടുപോകണം. സ്തോത്രം. ഒരു ഹല്ലേലൂയ പറയുമ്പോൾ തീയാ പുറപ്പെടുന്നത്, പിശാച് വിറയ്ക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സക്കറിയാവിനോട് ദൂതൻ പറഞ്ഞു, ഞാൻ വന്നത് എന്തിനാണെന്നറിയാമോ? നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുകയാ, അത് പറയാനാ വന്നത്. അപ്പോഴാ ഈ സക്കറിയ പറയുക, ഇതെങ്ങനെ സംഭവിക്കും? ഞാനും വയസ്സായി, എൻ്റെ ഭാര്യയും വയസ്സായി. ഇത് ചിലരുടെ സ്വഭാവമാണ്. ഭയങ്കരമായിട്ട് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോഴാ പാസ്റ്റർ ഒരു ദൂത് പറഞ്ഞത് അത് സംഭവിക്കും. അവര് അത് ഇന്ന് സംഭവിക്കാനുള്ള, അത് അങ്ങനെ പെട്ടെന്ന് സംഭവിക്കത്തില്ല. കാരണം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിക്കുന്നതൊക്കെ പ്രാർത്ഥിക്കും, പക്ഷെ സംഭവം വിടുതൽ നടക്കുമെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൂതൻ പറഞ്ഞു, നിനക്കിഷ്ടമുണ്ടെങ്കിൽ നീ കേൾക്ക്, എന്നെ അയച്ചത് ഞാൻ പറയും, പക്ഷെ ഒരു കാര്യം, നീ അത് വെളിപ്പെടുന്നത് വരെ നീ സംസാരിക്കത്തില്ല. കണ്ട, അങ്ങോട്ട് നല്ല പ്രസംഗ ശൈലിയിലൊക്കെ ഉള്ള ഭാഷകളൊക്കെ പറഞ്ഞ് കയറിപ്പോയവൻ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഊമനായിട്ടാ വരുന്നത്. ഊമൻ. പ്രൈസ് ദി ലോർഡ്. ഒരു നോട്ട് ബുക്ക് വാങ്ങിയിട്ട് എഴുതി വെക്കും എലിസബത്തിനോട്. പറയാനും പറ്റത്തില്ലല്ലോ, എനിക്ക് വെള്ളം തിളപ്പിച്ച് വെക്ക്, കുളിക്കണം, ചൂട് വെള്ളം കുളിക്കണം. പറയാൻ പറ്റത്തില്ല, എഴുതി വെക്കുക നോട്ട് ബുക്കിൽ. ഈ നാഗർകോവിൽ അങ്ങനെ ഒരു സംഭവം നടന്നു. 21 വർഷമായിട്ട് ഒരു ഭാര്യ ഭർത്താവ് ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു കുഞ്ഞുമുണ്ട്. ഭാര്യയും ഭർത്താവും വേണ്ടിയിട്ട് 21 വർഷമായി. ഇവരെന്താ ചെയ്യണമെന്നറിയാമോ? നോട്ട് ബുക്ക് ഉണ്ട്, അതിലെഴുതും. ഭാര്യ പറയും, ഇന്നടുത്ത കല്യാണോ, ഇന്ന തീയതി, കല്യാണത്തിന് പോകാൻ പൈസ തരണം. ഉടനെ മേശയിൽ പൈസ കൊണ്ട് വയ്ക്കും. വെച്ചിട്ട് ഭർത്താവ് നോട്ട് ബുക്കിൽ എഴുതും, അതാ 200 രൂപ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടില് 10 കാണിയിലൊക്കെ കല്യാണത്തിന് പോണത് സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ആകെ കുഴപ്പമാണ്. കാരണം പല കല്യാണങ്ങൾക്കും തുറന്നു നോക്കുമ്പോൾ ലോട്ടറി ടിക്കറ്റുകളായിരിക്കണേ. അതുകൊണ്ട് ഇപ്പം ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയാമോ? കല്യാണത്തിന് പൈസ കൊടുത്താൽ അവിടെ വെച്ച് തുറന്നു നോക്കും, നാണം കെട്ടു. 10 കാണിയിൽ അങ്ങനെയൊക്കെ. ഇപ്പം 10 കാണിയിൽ ക്വാളിറ്റി ഉള്ള ആൾക്കാരാ, അവിടെ വെച്ച് നാണമൊന്നുമില്ല, എത്ര കൊടുത്താൽ അവിടെ വെച്ച പൊതി അങ്ങോട്ട് തുറക്കും. പ്രൈസ് ദി ലോർഡ്. ഈ പുള്ളി ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് പ്രൊമോഷന് വേണ്ടി ഒരു ഇന്റർവ്യൂവിന് പോകണം. 4 മണിക്ക് പോകണം. അതുകൊണ്ട് 3 മണിക്ക് വിളിക്കാൻ ഭാര്യയോട് എന്നെ ഒന്ന് വിളിക്കണേന്ന് എഴുതി വെച്ചു നോട്ട് ബുക്കിൽ. പുള്ളി എഴുന്നേറ്റപ്പോൾ 6 മണിയായി. ഭയങ്കര ദേഷ്യമായി. ദേഷ്യപ്പെട്ട് പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഭാര്യ കണ്ണ് കാണിച്ചു. നോട്ട് ബുക്ക് എടുത്തു നോക്കിയപ്പോൾ 3 മണിയായപ്പോൾ ഭാര്യ എഴുന്നേറ്റു. എന്നിട്ട് നോട്ട് ബുക്കിൽ എഴുതി 3 മണിയായി എഴുന്നേറ്റാലും എന്ന്. പുള്ളിയെ വിളിച്ചില്ല. ഇവർ നോട്ട് ബുക്കിലുള്ള കളിയല്ലേ.
ഇവര് സത്യസന്ധതയോടുകൂടി കാര്യം ചെയ്തു. നോട്ട് ബുക്കിൽ എഴുതി, അച്ഛാ മണി 3 എഴുന്നേറ്റാലും ഉള്ളി നല്ല കൂർക്കം വലിച്ചുറങ്ങുകയല്ലയോ. പ്രൈസ് ദി ലോർഡ്. പണ്ട് ഈ പ്ലാസ്റ്റിക്കിലെ കട്ടിലുണ്ടല്ലോ, പ്ലാസ്റ്റിക്കിലെ കട്ടില്, അതിൽ ഇരിക്കുമ്പം കിടന്ന് കുലുങ്ങൂല്ലേ. പ്രാർത്ഥിക്കാത്ത ചില വില്ലന്മാരുണ്ട്, വില്ലന്മാര്. ഇവരിങ്ങനെ കട്ടിൽ കിടക്കുമ്പോൾ ഭാര്യ എഴുന്നേറ്റിട്ട് ആത്മാവിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇവനും തുള്ളും. അതിന് എത്ര കുടുംബം രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ? അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ എന്ത് സന്തോഷം എന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഇപ്പൊ സക്കറിയ വല്ലോ വേണമെങ്കിൽ എഴുതി കൊടുക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നാവിൽ കെട്ട് വീണു. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വീണിരിക്കുക നാവില്. ഇന്ന് രാത്രി ആ കെട്ടുകളൊന്ന് അഴിയണം. ഞാൻ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് പറയുന്നത് ഒരു കെട്ടാ. എന്റെ കുടുംബം രക്ഷപ്പെടത്തില്ലെന്ന് പറയുന്നത് ഒരു കെട്ടാ. എന്റെ കുഞ്ഞിന് പഠിക്കാൻ ബുദ്ധിയില്ല, അവന് പഠിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് കെട്ടാ. മൈനസ് ഉള്ള കാര്യം പറയരുത്, എല്ലാം പ്ലസ് ആയിട്ട് പറയണം. അതാ ഒരു ദൈവവൈതൽ വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു അച്ചായ നമ്മുടെ ചർച്ചിലുണ്ട്. എഴുതാനും അറിയത്തില്ല, വായിക്കാനും അറിയത്തില്ല. ഇതിന് ലൈസൻസ് വേണം. ഇപ്പോൾ കമ്പ്യൂട്ടർ ആണല്ലോ ലേണേഴ്സ്. കമ്പ്യൂട്ടർ പോലും ഈ പുള്ളിക്ക് അറിയത്തില്ല. അച്ഛനെ പ്രാർത്ഥിച്ചയച്ചു, ദൈവമേ ഈ മനുഷ്യൻ ലേണേഴ്സിന്റെ ടെസ്റ്റിന് പോകുകയാ, ഇവൻ ജയിക്കണം. 20 പേരായിട്ടായിരുന്നു ഈ പുള്ളി ആദ്യം ജയിച്ചെഴുന്നേറ്റത്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും അറിയത്തില്ല. അത് ചോദിക്കുന്നതിന് എവിടെയെങ്കിലും ഒരു കുത്തും. എല്ലാം ഓക്കെ ആയി. പ്രൈസ് ദി ലോർഡ്. കൂടെ ഇറങ്ങി വരുന്നവനാ നമ്മുടെ ദൈവം. അതുകൊണ്ട് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ ദൈവത്തോട് പറയരുത്. ദൂതൻ വന്നാൽ ദൂതനോട് പറയരുത് ഇത് ഒരിക്കലും സാധ്യമാകത്തില്ലെന്ന്. ഇപ്പൊ എന്ത് സംഭവിച്ചു? സക്കറിയാവ് ഇങ്ങനെ ഇരിക്കുക, മിണ്ടാതെ. എലിസബത്ത് ഗർഭിണിയായി, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. അവളൊരു കുഞ്ഞിന് ജന്മം കൊടുത്ത് കുഞ്ഞിന് പേരിടൽ ഒരു ഫംഗ്ഷനാ. അത് പേരിടൽ. അപ്പോ സക്കറിയാവിന്റെ ആളും എലിസബത്തിന്റെ ആൾക്കാരും വന്നു. സക്കറിയാവിന്റെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഇവന് സക്കറിയാവെന്ന് പേരിടണം. ഉടനെ എലിസബത്തിന്റെ ആൾക്കാർ പറഞ്ഞു, പറ്റത്തില്ല, ഇവന് യോഹന്നാൻ എന്ന് പേരിടണം. കുടുംബം നിലനിർത്താൻ ചില പേരുകളുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ കേരളത്തിലെ ചില മന്ത്രിമാരുടെ പേരുകൾ? കേരളത്തിലെ പ്രമുഖനായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ മോന്റെ പേരെന്താ അറിയാമോ? ചാണ്ടി ഉമ്മൻ. തിരിച്ചിട്ടുകയാണ്. ഈ ചാണ്ടി ഉമ്മൻ ഒരു കല്യാണം കഴിച്ചൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനിടുന്ന പേരെന്താണെന്നറിയാമോ? ഉമ്മൻചാണ്ടി. ആണ്, കള്ളമല്ല ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിന്റെ പേര് നിലനിർത്തുക. മാണി എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ബഹുമാന്യനെ മാണി സാറ്. അദ്ദേഹത്തിന്റെ പേര് ജോസ് കെ മാണി. അപ്പന്റെ പേര് കെ എം മാണി. ഇപ്പൊ ജോസ് കെ മാണിക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനിട്ടിരിക്കുന്ന പേര് കെ എം മാണി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെയും പ്രശ്നങ്ങളാ. ഈ പ്രശ്ന സമയത്ത് സക്കറിയാവിനോട് പറഞ്ഞു, അവനോട് ചോദിക്കും. ഊമനാണെങ്കിലും അവൻ കാര്യമൊക്കെ പറയും, ആംഗ്യങ്ങളും കാണിക്കും. ഇവൻ പറഞ്ഞൊരു പലക കൊണ്ടുവരാൻ പറഞ്ഞു. അതിലങ്ങോട്ട് എഴുതി കാണിച്ചു, ഇവന് യോഹന്നാൻ എന്ന് പേരിടണം. ഇതാര് പറഞ്ഞു കൊടുത്ത പേരാ? ദൈവത്തിന്റെ ദൂതൻ. കണ്ട, ദൂതൻ പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമായി പറഞ്ഞപ്പോ അവന്റെ നാവിന് കെട്ട് വീണു. ഇപ്പൊ ദൂതൻ പറഞ്ഞ കാര്യം ചെയ്യാൻ അവൻ തയ്യാറായപ്പോ ആ കെട്ട് അഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ യോഹന്നാൻ എന്ന് പേരിടണമെന്ന് പറഞ്ഞപ്പോ അവന്റെ നാവിന്റെ കെട്ടഴിഞ്ഞവൻ സംസാരിക്കാൻ തുടങ്ങി.
ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് വിരോധമായി സംസാരിച്ചാൽ ചില ബന്ധനം ഉണ്ടാകും. ദൈവത്തിന്റെ വാക്കനുസരിച്ചാൽ ആ കെട്ടുകൾ ഇന്ന് രാത്രി അഴിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്ന രാത്രിയാകട്ടെ. അതുകൊണ്ട് സക്കറിയാവ് ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോ സക്കറിയാവിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവദൂതൻ ഇറങ്ങിയെങ്കിൽ ദൂതൻ പറഞ്ഞ കാര്യമാണ് നാം ചിന്തിച്ചത്. സക്കറിയാവെ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇതിനകത്തിരിക്കുന്ന പലരോടും ദൈവാത്മാവ് ശക്തമായി പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇന്ന് രാത്രി വീട്ടിൽ ദൂതൻ വരും. പിശാചാണെന്നും പറഞ്ഞ് അടിച്ചോടിക്കല്ലേ. യേശു വന്നപ്പോ പത്രോസ് പറഞ്ഞു ഭൂതം വരുന്നെന്ന്, കടലിന്റെ മീതെ വന്നു. അതുപോലെ നമ്മളിൽ പലരും അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലൊരു അമ്മച്ചി ഒരിക്കൽ ദർശനം കണ്ടിട്ട് പറഞ്ഞത്, ദൂതനെ വന്ന് എന്നെ എടുത്തോണ്ട് പോയെന്ന. ദൂതൻ വന്ന് എന്നെ എടുത്തോണ്ട് പോയി. പനിയായിട്ട് കിടന്നപ്പോൾ പനി പിടിച്ച് ഞാനിങ്ങനെ വിറച്ച് കിടക്കുമ്പോൾ ദൂതൻ വന്ന് എന്നെ എടുത്തോണ്ട് പോയി. എന്നെ കണ്ടിട്ട് പറഞ്ഞു, പാസ്റ്റർ അതൊന്ന് വ്യാഖ്യാനിച്ച് തരണമെന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ കണ്ട ദർശനമാണ്, ദൂതൻ വന്ന് എന്നെ പൊക്കിക്കൊണ്ട് പോണ ഒരു ദർശനം. ഇനി ഇതിനകത്ത് എന്താ വ്യാഖ്യാനിക്കാനുള്ളത്? ദൂതൻ വന്നു, അമ്മച്ചി പനിയായിട്ട് കിടന്നപ്പോൾ അമ്മച്ചിയെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അമ്മച്ചിക്ക് സമയമായെന്നാ അതിന്റെ അർത്ഥം അല്ലേ? ഞാൻ പറഞ്ഞ അമ്മച്ചി ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയൊക്കെ വാങ്ങി കഴിച്ച് നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം, ആള് വരും കൊണ്ടുപോയി. അവിടെ പോയാൽ ഇതൊന്നും കിട്ടത്തില്ല. പല പഠിപ്പിക്കലുണ്ട്. അവിടെ പോയാൽ ഇഷ്ടം പോലെ പെണ്ണ് കേട്ട്, ഇഷ്ടം പോലെ ചാപ്പാടടിക്കുക. അതിനുവേണ്ടി ആൾക്കാർ കൊന്നും പ്രൈസ് കൊള്ളിയ കൊന്നും പ്രൈസ് കുളിച്ചു ഒക്കെ അല്ലേ ആൾക്കാർ അതും ഇതൊക്കെ വളർത്തിയെടുക്കുന്നത്. റൈസലാ, എനിക്ക് ഒരു സംശയം, അമ്മച്ചി പറയുന്നത് ശരിയാണോ എന്നും. അപ്പോഴാ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, ദൂതനെ കണ്ടോ? കണ്ടു. ദൂതനെ കാണണം. എല്ലാം ദൂതന്മാരും ആയിരിക്കത്തില്ല കേട്ടോ. ദൂതന്റെ വേഷമെടുത്തും വരും ചിലര്. റൈസലോ, അമ്മച്ചേ ഞാൻ ചോദിച്ചു, ഒന്നും കൂടെ ചോദിച്ചു, ദൂതനെ കണ്ടോ? അതോ ഈ സൂര്യന്റെ പ്രകാശം പോലെയാ ദൂതൻ ഇരിക്കുന്നത്. സത്യ പിശാചും നിങ്ങൾ പറയും പോലെ കറുപ്പൊന്നും അല്ലത് പിശാച്. നമ്മളാ പറയുന്ന പിശാച് അരുണോദയ പുത്രനായ ശുക്ര. അരുണോദയം, അരുണോദയം എന്ന് പറഞ്ഞാൽ സൂര്യൻ, സൂര്യന്റെ പ്രകാശത്തോടു കൂടിയവൻ, അത്ര സൗന്ദര്യമുള്ളവനാ പിശാച്. നമ്മൾ നോക്കുമ്പോൾ പിശാചിനെ കറുപ്പെന്നാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ നോക്കണേ, അമ്മച്ചി പറഞ്ഞത് ഞാൻ ചോദിച്ചു എങ്ങനെയാ വന്നത്? പറന്നാ വന്നത്. ദർശനമായിരിക്കണം, ആവശ്യമില്ലാത്ത ദർശനമൊന്നും കാണല്ലേ. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് കണ്ട വെളിപ്പാടായിരിക്കണം. അല്ല ആവശ്യമില്ലാതെ പാസ്റ്റർ ചോദിക്കുന്ന വല്ലതും കണ്ട, പാസ്റ്ററോടെ കണ്ടില്ലെന്ന് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും തോന്നണമെങ്കിലേ പാസ്റ്റർ, അതുകൊണ്ട് ഇന്ന എന്തെങ്കിലുമൊക്കെ പറയരുത്. ഏലിയാവ് ചോദിച്ചു ശിഷ്യനോട്, നീ എന്തെങ്കിലും കാണുന്നോ? 6 പ്രാവശ്യം ചോദിച്ചിട്ടും പുള്ളി പറഞ്ഞു ഞാൻ ഒന്നും കാണുന്നില്ല. 7-ാം പ്രാവശ്യം ചോദിച്ചു, നീ ഒന്നുകൂടെ നോക്കിയേ. അപ്പോഴാ പറഞ്ഞത്, കറുത്ത കൈപ്പത്തി മാതിരി ഒരു മേഘം പൊങ്ങുന്നത് ഞാൻ കാണുന്നു. കാണുന്നതേ പറയാവൂ. ഒരു പുള്ളി പറഞ്ഞതുപോലെ ചക്ക പിളർന്നിരിക്കുന്നു, അതിൽ ഈച്ച പറ്റും. ചക്ക പിളർത്തി വെച്ച ഈച്ച പറ്റും. അത് വെളിപ്പാടല്ല, അത് ദർശനമല്ല. വീട്ടിൽ ചക്ക എടുത്തിട്ട് അതിനെ പിളർത്തി വെച്ച് നോക്കി അതിനകത്ത് ഈച്ച പറ്റും. പക്ഷെ ദർശനമായിരിക്കണം. അമ്മച്ചി ഞാൻ ചോദിച്ചത്, ഈ ദൂതനെ കണ്ടോ? അവരെങ്ങനെ വന്നു? പറന്നു വന്നു. അവസാനം അമ്മച്ചി പറഞ്ഞൊരു വാചകം കേട്ടാ ഞാൻ അന്തം വിട്ടത്. ആ ദൂതന്മാർ ധരിച്ചിരുന്ന വസ്ത്രം ഞാൻ കേട്ടിട്ട് അമ്മച്ചിയെ ഒന്ന് നോക്കി. ഷൈസലോ, അമ്മച്ചി പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ ചോദിച്ചു, എന്താ ദൂതന്മാർ ധരിച്ചിരുന്ന വസ്ത്രം? അമ്മച്ചി പറയുന്ന അരനിക്കറും ബനിയനും, ബർമൂടയും ബനിയനും ദൂതന്മാര് ധരിച്ചെന്ന്. ഞാൻ അവിടെ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തോട് പറഞ്ഞു, അപ്പാ, പാശ്ചാത്യ വസ്ത്രധാരണ ഇവിടെയും വന്നു, സ്വർഗത്തിലും വന്നോ? ഇപ്പൊ വന്ന് ആർക്കും വസ്ത്രം വേണ്ട, ദൂതന്മാർക്കും അരനിക്കറിട്ട് കൊടുത്തോ? ശുഭ്രവസ്ത്രധാരികളായ ദൂതന്മാർ, ദൈവമേ നീ അവർക്ക് അരനിക്കർ തച്ചിട്ട് കൊടുത്തു. അമ്മച്ചിയോട് പറഞ്ഞ മര്യാദയ്ക്ക് മാനസാന്തരപ്പെടണം.
പാതിരാവരെ രാത്രി 1 മണി വരെ പാതിരാ സിനിമയും കണ്ടുകൊണ്ടിരുന്ന അരനിക്കറിട്ട ദൂതനെ അല്ലാതെ, ബർമൂഡ ഇട്ട ദൂതനായല്ലാതെ ശുഭ്രവസ്ത്രധാരികളായ ദൂതന്മാരെ കാണാൻ പറ്റുമോ? ആവശ്യമില്ലാത്തടത്തൊക്കെ പോകുകയും അത് ചെയ്യുകയും ഇത് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഒരു പുള്ളി എന്നോടൊന്ന് പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു പാസ്റ്ററേ. എന്താ? ഒരു പോത്ത് എന്റെ അടുക്കലേക്ക് വരുന്നു. പോത്ത്, അതിന് നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? പോത്ത് കാലനെന്ന് വിശുദ്ധ ബൈബിളിൽ എവിടെ പറയുന്നു? എന്റെ സഹോദര, പോത്ത് തരാൻ പോകെ നിനക്ക്, നീ അതുകൊണ്ട് ഉപജീവിക്ക്. പോത്തിനെ കണ്ടിട്ട് കാലനെന്നും പറഞ്ഞ് അതിനെ തള്ളിക്കളയല്ലേ. ആവശ്യമില്ലാതെ അതും ഇതും കണ്ടിട്ട് പോത്ത് കാലനെന്ന് ആര് പറഞ്ഞു? വേദപുസ്തകത്തിലുണ്ടോ പോത്താണ് കാലനെന്ന്? സ്തോത്രം. ഇന്ന് രാത്രി ദൂതൻ ഇറങ്ങാൻ പോകുകയാ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, അനുഭവിക്കണം. ദൂതൻ ഇറങ്ങണം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. ആത്മാവ് ഉച്ചരിക്കാൻ കൊടുത്ത വാക്കുകൾ പരിശുദ്ധാത്മാവിൽ ഭക്തന്മാർ സംസാരിച്ചപ്പോ 3000 പേർ രക്ഷിക്കപ്പെട്ടെങ്കിൽ ഒരു ദൈവ പൈതൽ ദൈവത്തിന് ഹിതമായത് സംസാരിക്കണം. ദൈവത്തിന് ഇഷ്ടമായത് സംസാരിക്കണം. ദൈവത്തിന് ഘടകവിരുദ്ധമായി സംസാരിക്കരുത്. ദൈവാലോചനയ്ക്ക് വിരുദ്ധമായി സംസാരിക്കരുത്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ട്. ഈ ആലയത്തിൽ ഇന്ന് രാത്രി ദൂതൻ ഇറങ്ങണം. എത്ര പേർ? ഇന്നെന്റെ വിഷയത്തിന് പരിഹാരം ദൈവം തരും. എല്ലാ ഹൃദയങ്ങളും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് ഹല്ലേലൂയ. എല്ലാവരും ഉയരങ്ങളിലേക്ക് നോക്കിയാട്ടെ. അർഹതയില്ലാത്ത, യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് യോഗ്യരാക്കി മാറ്റുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി. പല വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ വേദനിച്ച് ദുഃഖിച്ച് സക്കറിയാവ് ദൈവ വഴി വിട്ടുപോയില്ല, ദൈവകൽപ്പന വിട്ടുപോയില്ല. ആഹാത്തത് സംസാരിച്ചില്ല, ആഹാത്തത് പ്രവർത്തിച്ചില്ല. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് സംസാരിച്ചില്ല, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് പ്രവർത്തിച്ചില്ല. ദൈവ വഴികളിലൂടെ നടന്നു. വർഷങ്ങൾ കഴിഞ്ഞു. എന്തിനാ സക്കറിയാവിനൊരു ശിക്ഷ കൊടുത്തത്? മറിയ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ലേ? ഇതെങ്ങനെ കഴിയും? ഞാൻ വിവാഹം കഴിയാത്തവളാണ്, ഭർത്താവില്ലാത്തവളായ എനിക്ക് എങ്ങനെ കുഞ്ഞുണ്ടാകും? അത് ചോദ്യത്തിന് പ്രസക്തിയുണ്ട്, സത്യമായ കാര്യമാണ്. പക്ഷേ സക്കറിയാവതല്ല. തന്റെ പിതാവായ അബ്രഹാമിന് 99-ാമത്തെ വയസ്സിൽ ദൈവം കുഞ്ഞു കൊടുത്തത് കണ്ടവരായവൻ, അത്ഭുതങ്ങൾ കണ്ടവരായി ഇതിനകത്ത് നിൽക്കുന്നവർ, വിടുതലുകൾ കണ്ടവരാ. ഏലിയാവ് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തതാ. പക്ഷേ ഒരു ദിവസം അഹാബ് രാജാവിന്റെ ഭാര്യയായ ഇസബേല്, എന്റെ പ്രവാചകന്മാരെ നീ കൊന്നതുകൊണ്ട് നാളെ ഒരു സമയമുണ്ടെങ്കിൽ നിന്റെ കഴുത്തിനു മുകളിൽ തല ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞപ്പോ അവൻ ഭയപ്പെട്ട് താനെ മരുഭൂമിയിൽ പോയി മരിക്കാൻ ആഗ്രഹിച്ചു. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, പല അത്ഭുതങ്ങൾ കണ്ടവരാ ഇതിനകത്ത് നിൽക്കുന്നവർ. ചെങ്കടൽ പിളർന്നു കൊടുത്ത അത്ഭുതം കണ്ടവരാ, മാറായിലെ അവസ്ഥകൾ കണ്ടവരാ, ബെരീബിലെ അവസ്ഥകൾ കണ്ടവരാ, തിക്കനൽ പാറയിൽ നിന്ന് ദാഹജലം കൊടുക്കുന്ന കണ്ട ഇസ്രായേൽ മക്കളാ. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, പല വിടുതൽ കണ്ടവരാ. പിന്നെ എന്തിനാ നീ ഭാരപ്പെടുന്നത്? നിന്റെ വിഷയത്തിന് മറുപടി ഉണ്ടാകും. ഇന്ന് രാത്രി ദൂതൻ ഇറങ്ങും. കർത്തർ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചാട്ട്. എല്ലാ കരങ്ങളും ഉയർത്തി പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചാട്ട്. ഇന്ന് രാത്രി ദൈവം പ്രവർത്തിക്കാൻ പോകുക. ദൈവം ഇതിലെ നിന്റെ സങ്കടങ്ങൾക്ക് മാറ്റം വരാൻ പോകുകയാ. മറ്റുള്ളവർ വിടുതൽ നടക്കുമ്പോ, മറ്റുള്ളവരുടെ കുടുംബത്തിനകത്ത് അത്ഭുതം നടക്കുമ്പോ, നീ പുറമെ പറഞ്ഞില്ലെങ്കിലും നിന്റെ വീട്ടിൽ പോയെങ്കിലും നീ ചിന്തിക്കാറുണ്ട്, എന്റെ ദൈവമേ, എന്റെ ജീവിതത്തിൽ എന്തേ നടക്കാത്തത്? ഞാനെത്ര പാപിയാണോ? രാത്രി ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. എല്ലാവരും ദൈവസന്നിധിയിൽ ഒരു നിമിഷം സമർപ്പിച്ചാട്ടെ. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോ താണ്ടുവലിച്ചു നീ വലഞ്ഞിടുമ്പോൾ, വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടുവലിച്ചു
ചൂനി വലഞ്ഞിടുമ്പോൾ ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട്. രാത്രി ദൂതൻ ഇറങ്ങുകയാ. ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഓ കാറ്റിനെയോ കടലിനെയോ നിയന്ത്രിപ്പാൻ കഴിവുള്ളോർ പടകിലുണ്ട്. കാറ്റിനെയോ കടലിനെയോ നിയന്ത്രിപ്പാൻ കഴിവുള്ളോർ പടകിലുണ്ട്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അക്കരയാണ് എന്റെ ശാശ്വത നാട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. യാത്ര നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ ചൂനി വലഞ്ഞിടുമ്പോൾ ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് യാത്ര ചെയ്യും ആമേൻ, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട.